എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങയൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 50 ഗ്രാം ഉണ്ടാവും. ഇതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ ശേഷം നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വീണ്ടും ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഇതുപോലെ കഴുകി ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാവും ചമ്മന്തി ഉണ്ടാക്കാൻ. ഇനി നിങ്ങൾ വാഷ് ചെയ്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ നനവോടുകൂടി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സമയമെടുക്കും. ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുനിന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താലാണ് നമുക്ക് എല്ലാ ചെമ്മീനും ഒരുപോലെ റോസ്റ്റായി കിട്ടുള്ളൂ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലതങ്ങ് കരിഞ്ഞു പോകും, ചിലത് മൂത്തിട്ടും ഉണ്ടാവില്ല. ഇത് റോസ്റ്റ് ആവുന്ന പരുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഒടിക്കുന്ന സമയത്ത് ഒടിഞ്ഞു വരണം, അതുപോലെ ആവണം. അതുവരെ നമുക്കിത് ചൂടാക്കിയെടുക്കാം. ഇതിപ്പം നമ്മൾ വാഷ് ചെയ്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് ചൂടാക്കിയെടുത്താൽ മതി. ഇനി നിങ്ങൾ വാഷ് ചെയ്തിട്ട് നനവോട് കൂടിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ സമയം കൂടുതലെടുക്കും. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ചെമ്മീനൊക്കെ നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് ഒടിച്ച് നോക്കാം. ഇതുപോലെ ഒടിക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ഈ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ പാനിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടടിച്ചിട്ട് ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്കിതിനത് പൊടിച്ചെടുക്കാം. അതിനുവേണ്ടി ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒന്നിച്ചങ്ങ് കുടഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇടാതെ കൈകൊണ്ട് ഇങ്ങനെ പെറുക്കി ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് കാണാം ചെമ്മീൻ്റെ ഓരോ പൊടികളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നിച്ചങ്ങ് കുടഞ്ഞിടുമ്പം അതും കൂടി ഇതിനകത്തേക്ക് ആയി പോകും. അങ്ങനെയാണെങ്കിൽ ചെമ്മീൻ ചമ്മന്തിക്ക് ഇച്ചിരി കയ്പ്പ് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പെറുക്കി ഇടുന്നത്. ഇത് കണ്ടോ, അടിയിൽ ഇപ്പോൾ ഇത്രയും പൊടികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ ഇതിനകത്തേക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെറുക്കി ഇട്ടത്, ഒന്നിച്ച് കുടഞ്ഞിടാതെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണിത്. കടയിൽ നിന്ന് മേടിക്കുന്ന ക്രഷ്ഡ് ചില്ലി ആണെങ്കിൽ വലിയ പീസുകളായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. വലിയ പീസുകളായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് കിട്ടാൻ പാടാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാതെ ഈ ഒരു പരുവത്തിന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പൊടിയുടെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ ചെല്ലണം. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, വേറെ ഓയിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊടി ഫുള്ളായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് കവറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് ചതച്ച മുളക് ചേർത്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി മുളക് ചേർക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.